പശ്ചിമേഷ്യയിൽ ഉരുണ്ടുകൂടുന്ന അശാന്തിയുടെ മേഘങ്ങൾ എന്തൊക്കെ ദുരിതങ്ങളാണ് പെയ്യാൻ കാത്തിരിക്കുന്നത് എന്ന ആശങ്കയിലാണ് ലോകം. അതേസമയം തന്നെ ഒരു ചെറിയ വിഭാഗം ആധുനിക മനുഷ്യർ സുരക്ഷിതമായ തുരുത്തുകളിൽ ഇരുന്നുകൊണ്ട് ഒരു മൂന്നാം ലോകയുദ്ധത്തിൻ്റെ സാധ്യതകളെയും അതിൻ്റെ വ്യാപ്തിയെയും ലോക സമൂഹങ്ങളിലേക്ക് പടർത്തി ഉത്കണ്ഠയെ ആഘോഷമാക്കുകയാണ്. സംസ്കാരങ്ങളെയും മാനവ പുരോഗതിയെയും സംഹരിക്കുന്ന യുദ്ധം എന്ന മാനവരാശിയുടെ മഹാവിപത്തിനെ എങ്ങനെ അകറ്റി നിർത്താം എന്ന് മനുഷ്യസ്നേഹികളായ ഭൂരിപക്ഷവും ആഗ്രഹിക്കുമ്പോൾ, ലോകത്തിൻ്റെ വെളുത്തതെന്ന് കരുതുന്ന ഇരുണ്ട അന്തർധാരകളിൽ ഈ ദുരന്തക്കൊയ്ത്തിന് വേണ്ട ഒരുക്കങ്ങളും വ്യാപനത്തിന് വേണ്ട കരുനീക്കങ്ങളും തകൃതിയായി നടക്കുന്നുണ്ടാകും. ആരാണ് മനുഷ്യർക്കിടയിൽ സംഘർഷങ്ങൾ നിലനിന്നു കാണാൻ ആഗ്രഹിക്കുന്നത്? ആർക്കാണ് ഇനിയൊരു ലോകമഹായുദ്ധത്തിന് തിരികൊളുത്തി കാണേണ്ടത്? മാനവ വിരുദ്ധം എന്ന് നമ്മൾ പൊതുവെ ചിന്തിക്കുന്ന പ്രവൃത്തികളിലൂടെ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കുന്ന ഒരു വലിയ വിഭാഗം നമുക്കിടയിൽ തന്നെയുണ്ട്. മനുഷ്യ കുലത്തിന് യാതൊരു നന്മയും സമ്മാനിക്കാത്ത യുദ്ധങ്ങളിലൂടെ തങ്ങളുടെ സ്വാർത്ഥതകൾ സമ്പാദ്യങ്ങളാക്കിയെടുക്കുന്നവർ, അദൃശ്യരെങ്കിലും തങ്ങളുടെ കരാളഹസ്തങ്ങൾ ലോകമെമ്പാടും ആഴ്ത്തിയ അതികായർ. അതെ, അവരാണ് ആയുധ നിർമ്മാതാക്കൾ അഥവാ ആയുധ ലോബിക്കാർ. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശ സമയം തൊട്ട് തന്നെ ലോകമഹായുദ്ധത്തിൻ്റെ ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ അലയടിക്കുന്നുണ്ട്. ചിലർ അഭിപ്രായപ്പെടുന്നത് മൂന്നാം ലോകമഹായുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ചരിത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ അതിൽ ചില സാമ്യതകൾ നമുക്ക് കാണാവുന്നതാണ്. യൂറോപ്പിൽ നിലനിന്നിരുന്ന അവിശ്വാസത്തിൻ്റെയും അവിശുദ്ധ ബന്ധങ്ങളുടെയും മേൽക്കോയ്മ മനോഭാവത്തിൻ്റെയും ബാക്കി പത്രം എന്നോണം പോളണ്ടിൽ ജർമ്മനി നടത്തിയ അധിനിവേശമാണല്ലോ പിന്നീട് കത്തിപ്പടർന്ന രണ്ടാം ലോകമഹായുദ്ധം. ഉക്രൈൻ യുദ്ധം അനന്തമായി നീളുന്നതിനിടയിലാണ് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നിലനിൽക്കുന്ന വൈര്യം മൂർച്ഛിക്കുകയും ഏറ്റുമുട്ടലുകൾ ആരംഭിച്ച് അതിർത്തികൾ ഭേദിക്കാനും വ്യാപിക്കാനും തുടങ്ങിയപ്പോൾ ലോകമഹായുദ്ധത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൻ്റെ ആരംഭമാണെന്ന് വിലയിരുത്തപ്പെട്ടു. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വച്ച് കൊല്ലപ്പെടുകയും കൂടി ചെയ്തപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിന് കാരണമായ കൊലയ്ക്ക് സമാനമായ സംഭവമായി വീക്ഷിക്കപ്പെട്ടു. ഏഷ്യയിൽ എന്തിനും തയ്യാറായി തായ്വാൻ കയ്യേറാൻ അടുക്കുന്ന ചൈനയോട് എതിരിടാൻ കിഴക്കനേഷ്യയിൽ രൂപം കൊള്ളുന്ന സഖ്യങ്ങൾ മൂന്നാം ഘട്ടമായി കണക്കാക്കപ്പെട്ടു. ഓരോ 100 വർഷം കൂടുമ്പോഴും ഫാസിസത്തിൻ്റെ പുനർജനനവും അവിശ്വാസത്തിൻ്റെ വളർച്ചയും ശാക്തിക ചേരികളുടെ വ്യാപനവും അധിനിവേശ സ്വപ്നങ്ങളും കാലചക്രത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് അശുഭമായ ലക്ഷണമാണ് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭീതിപ്പെടുത്തുന്ന ഈ പ്രവണതകൾ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടതാണെന്ന് വിചാരിക്കാൻ നിർവാഹമില്ല. ഇവിടെയാണ് ഇതിൻ്റെ എല്ലാം പ്രയോക്താക്കളായ ആയുധ ലോബികളുടെ കുടിലമായ നിസ്വാർത്ഥമായ പ്രവർത്തനത്തെ നാം കാണേണ്ടത്. ലോകത്ത് ആയുധം നിർമ്മിക്കുന്നത് രാഷ്ട്രങ്ങൾ മാത്രമല്ല. ഒരു വേള വളരെ ചെറിയ അളവിൽ മാത്രമാണ് രാഷ്ട്രങ്ങൾ നേരിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നത്. മിക്ക ആയുധ നിർമ്മാതാക്കളും സ്വകാര്യ വ്യക്തികളോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകളോ ആണ്. അവരാണ് ആയുധങ്ങൾ രാജ്യങ്ങൾക്കും മറ്റ് സംഘടനകൾക്കും വേണ്ടി വിതരണം ചെയ്യുന്നതിൻ്റെ മൊത്ത കച്ചവടക്കാർ. സ്വയം പ്രതിരോധത്തിന് വേണ്ട ആയുധങ്ങൾ ഒരു പരിധിവരെ സമാധാനം കൊണ്ടുവരുമെങ്കിലും അതിൽ കവിഞ്ഞുള്ള ആയുധശേഖരം എപ്പോഴും ഒരു ബാധ്യതയും സമൂഹത്തിന് ഒരു ഭീഷണിയുമാണ്. അവ രാഷ്ട്രത്തിനും ആയുധ നിർമ്മാതാക്കൾക്കും വലിയ നഷ്ടങ്ങൾ വരുത്തുകയും ചെയ്യും. അതുമാത്രമല്ല, അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയും
ആധുനിക ആയുധ നിർമ്മാണ പുതിയ പ്രവണതകളും പരമ്പരാഗത ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന ആയുധ ലോബികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ്. മാനവരാശിക്ക് നാശം മാത്രം വിതയ്ക്കുന്ന ഈ വസ്തുക്കൾ വിറ്റഴിക്കാൻ അവർക്ക് വലിയ സംഘർഷങ്ങൾ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ആഫ്രിക്കയിൽ ഗോത്രങ്ങൾ തമ്മിലും പശ്ചിമേഷ്യയിലും മറ്റു പ്രദേശങ്ങളിലും വിഭാഗങ്ങൾ തമ്മിലും ലോകത്ത് മറ്റെല്ലാ ഭാഗങ്ങളിലും രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ തമ്മിലും നിരന്തരം സംഘർഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘർഷങ്ങൾ നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ ഈ ലോബികൾക്ക് രാഷ്ട്രീയവും സൈനികപരവും സാമൂഹ്യപരവും സാംസ്കാരികപരവുമായ സ്വാധീനം വേണ്ടുവോളം ഉണ്ട് താനും. ഒരുപക്ഷെ ആഹാരത്തിന് ഒരു നേരത്തെ വകയില്ലാത്ത ആഫ്രിക്കയിലെ പോരാളികൾ പോലും വലിയ വലിയ തോക്കുകൾ കൈവശം വയ്ക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചാൽ മതി ഈ ലോബികളുടെ സ്വാധീനം എത്രയെന്ന് ഊഹിക്കാം. എന്നാൽ ഈ ചെറിയ ചെറിയ തോതിലുള്ള സംഘർഷങ്ങളും യുദ്ധങ്ങളും ഒന്നും കാലഹരണപ്പെടാൻ പോകുന്ന തങ്ങളുടെ ആയുധങ്ങൾ വ്യാപകമായി വിപണിയിൽ ഇറക്കാനുള്ള കാരണമായി അവർ കാണുന്നില്ല. അതിനവർക്ക് വലിയ യുദ്ധങ്ങളും വലിയ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും നിർബന്ധമായും വേണം. അതിനവർ നിരന്തരമായി രാഷ്ട്രങ്ങൾക്കിടയിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾ പോലും അവരുടെ ഇരുണ്ട സ്വാധീനം ഉപയോഗിച്ച് വളർത്തുകയും അവരെ ഏത് നിമിഷവും പരസ്പരം പോരാടാനുള്ള സന്നദ്ധതയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. തങ്ങൾക്ക് വഴങ്ങാത്ത രാഷ്ട്രീയ നേതൃത്വങ്ങളെയും സൈനിക നേതൃത്വങ്ങളെയും ഏത് മാർഗം ഉപയോഗിച്ചും അവർ നീക്കം ചെയ്യും. ഇവരുടെ സ്വാധീനം ഒരു പ്രത്യേക രാജ്യത്തു മാത്രം നിലനിൽക്കുന്നതല്ല. ഒരു അന്താരാഷ്ട്ര നിയമങ്ങളും ക്രിമിനൽ നടപടികളും ഒന്നും തന്നെ ഒരു സംഘർഷത്തിൻ്റെ പേരിലും ഇവരെ ബാധിക്കുകയുമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറുടെ പ്രത്യേക ഉപദേഷ്ടാക്കൾ ഇതുപോലുള്ള ആയുധ നിർമ്മാതാക്കളും മറ്റ് വ്യാപാരികളുമായിരുന്നു. ഒരുപക്ഷെ ഹിറ്റ്ലറുടെ പതനത്തിന് തന്നെ കാരണമായ കോക്കസ് പിടിച്ചടക്കാനുള്ള തീരുമാനം പോലും ഇവരുടെ തലച്ചോറിൽ നിന്ന് വിരിഞ്ഞതായിരുന്നു. മോസ്കോ വരെ മുന്നേറിയ നാസി പടയെ അന്നത്തെ ജനറലുകളുടെ നിർദ്ദേശം വകവയ്ക്കാതെ രണ്ടായി പകുത്ത് എണ്ണ സമ്പുഷ്ടമായ കോക്കസ് പിടിക്കാൻ ഹിറ്റ്ലറെ പ്രചോദിപ്പിച്ചത് ഇവരായിരുന്നു. ഒരുപക്ഷെ മോസ്കോയിൽ പ്രവേശിച്ച് അവിടെ മികച്ച പ്രതിരോധം കെട്ടിപ്പടുത്തിരുന്നുവെങ്കിൽ റഷ്യയിൽ നിന്ന് പിന്നീട് ഒരു ആക്രമണം തടുക്കാൻ അവർക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു. ഇത് മനസ്സിലാക്കുകയും യുദ്ധം അവസാനിക്കുമെന്ന് ഉറപ്പിച്ച ഈ ലോബി വക്താക്കൾ അത് തടയാനുള്ള ഒരു കുറുക്കുമാർഗമായിട്ടായിരുന്നു ഹിറ്റ്ലർക്ക് മുമ്പിൽ കോക്കസ് ആക്രമണം എന്ന പദ്ധതി മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ ക്രൂരതകളുടെ എല്ലാം പിന്നിൽ ഇവരുടെ ഉപദേശങ്ങളാണെങ്കിലും ഒരു ശിക്ഷാവിധിയുടെ വേളയിലും ഒരു ട്രയൽ കോർട്ടിൻ്റെ മുന്നിലും ഒരു വിചാരണയിലും ഇവരെ ഒന്നും കാണുവാൻ നമുക്ക് കഴിയില്ല. 90കളുടെ തുടക്കം വരെ കരസേനയുടെ അവിഭാജ്യ ഘടകമായിരുന്നു ടാങ്കുകൾ. എന്നാൽ റോക്കറ്റ് പ്രൊപ്പല്ലറുകൾ പോലുള്ള ആയുധങ്ങളുടെ കണ്ടുപിടുത്തം ഇന്ന് ടാങ്ക് സൈന്യത്തിൻ്റെ തന്നെ അധികപ്പറ്റായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അന്തർവാഹികളും. ഇവയൊന്നും ഡ്രോണുകൾ കീഴടക്കുന്ന യുദ്ധമുഖങ്ങളിൽ ഇന്ന് തീർത്തും ദുർബലമായ ആയുധങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ മേഖലകളിലെല്ലാം വൻ മുതൽ മുടക്കുകൾ മുമ്പ് നടത്തിയിട്ടുള്ള ആയുധ മേലാളന്മാർ ഇവയെല്ലാം കാലഹരണപ്പെടുന്നതിന് മുമ്പ് തന്നെ വിറ്റഴിക്കേണ്ടത് ഇവരുടെ നിർബന്ധ അവസ്ഥയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നിയന്ത്രണ വിധേയമല്ലാത്ത യുദ്ധങ്ങൾ തീർച്ചയായും വിപണിക്ക് വീണ്ടും ഉന്മേഷം പകരും എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലായിരുന്നു. ലോകത്ത് ഉരുണ്ടുകൂടുന്ന യുദ്ധ സമ്മർദ്ദങ്ങൾക്ക് ഏതൊരു രാഷ്ട്രത്തെയും അവരുടെ കഴിവിനൊത്ത് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുവാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ഇനി യുദ്ധം തുടങ്ങിയാൽ ശത്രുവിനെ തറപറ്റിക്കാൻ ലഭിക്കുന്ന ഏതൊരു ആയുധവും അവർ കൈക്കലാക്കാൻ എങ്ങനെയും ശ്രമിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഭാവിയിലേക്ക് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗവേഷണങ്ങളും പിന്നാമ്പുറ നാടകങ്ങളും ഈ ലോബികൾ നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം പുതുതലമുറയിൽപ്പെട്ട ആയുധങ്ങളും ചിലവും അവ ലഭ്യമായ അളവിൻ്റെ ദൗർബല്യവും യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ കാലഹരണപ്പെട്ട ആയുധങ്ങളിലേക്ക് മടങ്ങാനും അതിൻ്റെ ലഭ്യത അവരെ നിർബന്ധിതരാക്കും. വ്യക്തമായ മുന്നൊരുക്കങ്ങളോടും പദ്ധതികളോടും കൂടി മുന്നോട്ട് നീങ്ങുന്ന ഈ യുദ്ധ കച്ചവടക്കാർ പുതിയ പുതിയ പ്രശ്നങ്ങളുടെ വേരുകൾ ചികഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്ന ഏതൊരു സമാധാന ശ്രമത്തെയും അവർ ഏത് വിധേനയും തടയുകയും ചെയ്യും. അപ്പോൾ ഉയർന്ന സംശയം, ഇനിയുള്ള യുദ്ധങ്ങൾ ആണവ പോർമുനകൾ കൊണ്ടുള്ളതാണെങ്കിൽ ഇവരുടെയും നിലനിൽപ്പും ഭൂമിയുടെ നിലനിൽപ്പും എല്ലാം ചോദ്യം ചെയ്യപ്പെടുകയില്ലേ എന്നതാണ്. എന്നാൽ ഇവിടെ വിജയം എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല യുദ്ധമുണ്ടാവുക. അവരുടെ ഉദ്ദേശ ലക്ഷ്യമായ ആയുധ വിൽപ്പന തകൃതിയായി നടന്നതിന് ശേഷം വ്യക്തമായ രീതിയിലുള്ള സമാധാന ശ്രമങ്ങൾ നടക്കുകയും ഈ യുദ്ധങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യും. വലിയ വിപത്ത് ബാക്കിയാക്കിക്കൊണ്ട് ഈ യുദ്ധം അവസാനിക്കുമ്പോൾ അത് ചെയ്യാനുള്ള സ്വാധീനശേഷിയും അവർക്കുണ്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യ നാളുകളിൽ റഷ്യ ഉക്രൈനുമേൽ പ്രയോഗിച്ച ആയുധങ്ങളെല്ലാം തന്നെ അടുത്തു തന്നെ കാലഹരണപ്പെടാൻ ഇരിക്കുന്നതാണെന്ന് അറിയുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം പിന്നാമ്പുറങ്ങൾ നമുക്ക് മനസ്സിലാവുക. എന്തായാലും സാധാരണക്കാരൻ്റെ നെഞ്ചിൽ തീ കോരിയിടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും സമൂഹത്തിൽ വ്യാപിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നഷ്ടം ഈ നിരപരാധികൾക്ക് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാണ്. ഈ ആയുധ മുതലാളിമാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇനിയും മാനവരാശിയെ മറ്റൊരു മഹാനാശത്തിലേക്ക് തള്ളിയിടാതിരിക്കട്ടെ.